നമസ്കാരം. ഐ+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. സെറ്റ് സുവോളജിയിലെ യൂണിറ്റ് 1-ലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആണ്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Cladistic is an approach to biological classification in which organisms are classified or categorized in groups based on. Cladistic എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതിലെ എന്തിന്റെ ബേസിലാണ് ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ ക്ലാഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? Morphological similarities in the basil, most recent common ancestor in the basil, number of common characters in the basil, the anatomical resemblance. ഇതിനകത്താണ് cladistic approach വരുന്നത്. Cladistic approach വരുന്നത് most option B most recent common ancestor ആണ്. most recent common ancestor ന്റെ ബേസിസിലാണ് cladisticലെ ഓരോ ക്ലാഡിനെയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. According to the International Code of Zoological Nomenclature, scientific name should avoid ICZന്റെ റോളുമായി ബന്ധപ്പെട്ട് principle of priority, homonymy, preservation of well-established name, none of these. ഇതിൽ ഏതാണ് ICZന്റെ നെയിമിങ്ങുമായിട്ട് നെയിമിംഗ് വരാൻ ഇങ്ങനെ നെയിം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ഹോമോണോമി ആണ്. ഒരേ ഡിഫറെന്റ് ടാക്സയ്ക്ക് ഒരേ നെയിം വരാതിരിക്കുക, അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പ്രിൻസിപ്പിൾ ഓഫ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ICZന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്. അത് അവോയ്ഡ് ചെയ്യാനല്ല, ഏതാണോ ആദ്യമായി കണ്ടുപിടിച്ച ഒരു ടാക്സയ്ക്ക് ആദ്യമായി കണ്ടുപിടിച്ച പേരാണ് അതിന്റെ വാലിഡ് ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ്. പെസ്റ്റ് ആണ്. കോക്കനട്ടിന്റെ പെസ്റ്റ് ഏതാണ്? ഷുഗർ കെയിന്റെ പെസ്റ്റ് ഏതാണ്? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിലെ പ്രധാനമായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാം, ഓർത്തിരിക്കേണ്ടത് കോക്കനട്ട്. കോക്കനട്ടിനെ നമുക്കറിയാലോ, ഏതാ? റൈൻഗോഫോറസ് ഫ്യൂരിജനസിസ് ആണ്. ഷുഗർ കെയിന്റെ ആണെങ്കിൽ അത് പൈറല്ല പെർപൂസില്ല ആണ്. റബ്ബറിന്റെ സെർസീഷ്യ നൈഗ്രയും റൈസിന്റെ ലെപ്റ്റോകൊറീസ വെരികോർണിസും ആണ്. അതുകൊണ്ട് ഓർത്തിരിക്കണം, ഓരോന്നിന്റെയും പെസ്റ്റ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഈ പറയുന്ന സെറ്റിന്റെ കഴിഞ്ഞ വർഷ ക്വസ്റ്റ്യൻസിലെല്ലാം ഇങ്ങനെ പെസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോസ്റ്റും ക്രോപ്പും അതിന്റെ പതോജനും അല്ലെങ്കിൽ പെസ്റ്റിനെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമ്മൾ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ്. സെൻട്രോലെസിത്തൽ എഗ്സ് ആർ ഫൗണ്ട്. സെൻട്രോലെസിത്തൽ എഗ് എവിടെയാ? സെന്ററിൽ കോൺസെൻട്രേറ്റ്. എഗിന്റെ യോക്ക് സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സൈറ്റോപ്ലാസം ഒരു യോക്കിന്റെ പുറത്ത് ഒരു തിൻ ലെയർ ഫോം ചെയ്യുന്നതിനെയാണ് സെൻട്രോലെസിത്തൽ എഗ്സ് എന്ന് പറയുന്നത്. ഇത് ഏതിൽ വരുന്ന? റാറ്റ്, ഫ്രോഗ്, ആംഫിയോക്സിസ്, ഡ്രോസോഫില. ഇത് പ്രധാനമായിട്ട് വരുന്നത് സെൻട്രോലെസിത്തൽ എഗ്സ് നമ്മൾ കാണുന്നത് ഇൻസെക്ട്സിലാണ്. സോ ഓപ്ഷൻ ഡി ഡ്രോസോഫിലയിലാണ് സെൻട്രോലെസിത്തൽ എഗ്സ് വരുന്നത്. പോളിസ്പെർമി ഈസ് ഫൗണ്ട് ഇൻ. പോളിസ്പെർമി മോർ ദാൻ വൺ സ്പെർം. എഗിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത് പ്രധാനമായിട്ടും കാണുന്നത് ബേർഡ്സ്, കാർട്ടിലേജനസ് ഫിഷസ്, റെപ്റ്റൈൽസ്, ഓൾ ഓഫ് ദീസ്. ഇതിൽ ഏതാണ് പോളിസ്പെർമി ഈസ് ഫൗണ്ട് ഇൻ? പോളിസ്പെർമിയുടെ പ്രത്യേകത, പോളിസ്പെർമി ഇതിൽ നോൺ മമ്മേലിയൻ വെർട്ടിബ്രേറ്റ്സിൽ കാണുന്നതാണ്. അതേതൊക്കെയാ? ബേർഡ്സും കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഫിഷസിലും റെപ്റ്റൈൽസിലെല്ലാം കാണുന്നുണ്ട്. ഓൾ ഓഫ് ദീസ് ആണ്. ഓർത്തിരിക്കണം. ഓൺലി വൺ സ്പെർം, പക്ഷെ മൾട്ടിപ്പിൾ സ്പെർം എഗ്ഗിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സ്പെർം മാത്രമേ ഫ്യൂസ് ആവുന്നുള്ളൂ. അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മാച്ച് ദ ഫോളോയിങ്. ഫെനറ്റിക് ടാക്സോണമി, ക്ലാഡിസ്റ്റിക് ടാക്സോണമി, ഇക്കോളജിക്കൽ ടാക്സോണമി ഒക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്ലാഡിസ്റ്റിക് ടാക്സോണമി നമ്മൾ പറഞ്ഞു. ക്ലാഡിസ്റ്റിക് ടാക്സോണമി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ക്ലാഡിസ്റ്റിക് ടാക്സോണമി ഫൈലോജനിയാണ്. ഫൈലോജനി. അതേപോലെ നമുക്കറിയാം എക്കോളജിക്കൽ ടാക്സോണമി ആണെങ്കിൽ അത് നിഷ് ആണ്. കമ്പ്യൂട്ടേഷണൽ സിസ്റ്റമാറ്റിക്സ് ആണെങ്കിൽ അത് മോളിക്യൂൾസ് ആണ്. ഫെനറ്റിക് ടാക്സോണമി ആണെങ്കിൽ അത് മോർഫോളജിക്കൽ ഓർ ജനറ്റിക് സിമിലാരിറ്റി ആണ്. സോ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ്. ഐഡന്റിഫൈ ദ സ്യൂഡോസീലോമേറ്റ്. ഇതിൽ ഏതാണ് സ്യൂഡോസീലോമേറ്റ്? സ്യൂഡോസീലോമേറ്റ് എന്ന് പറയുന്നത്
കംപ്ലീറ്റ്ലി അവരുടെ മീസോഡാം ലൈൻ അല്ലാതെ പൗച്ചസ്, മീസോഡാമൽ പൗച്ചസ് ഇതിൽ വരുന്നത് ഏതിനകത്താണ്? റോട്ടിഫെറ, കൈലോപോഡ, സ്കെഫോപോഡ, ഒളിഗോകീറ്റ, സ്യൂഡോസീലോമേറ്റ്സ് ഇതിനകത്ത് വരുന്നത് റോട്ടിഫെറയിലാണ്. റോട്ടിഫെറ ഇവിടെ ബോഡിയുടെ ക്യാവിറ്റി ബ്ലാസ്റ്റോസീലിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ട്രൂ സീലോമിൽ നിന്നല്ല. സോ ആൻസർ റോട്ടിഫെറയാണ്. റാബിറ്റ് ബിലോങ്സ് ടു ദി ഓർഡർ. ഇതിൽ ഏതാണ് റാബിറ്റ് വരുന്നത്? ലാഗോമോർഫ, റൊഡൻഷ്യ, ഹൈറാകോയിഡിയെ, പ്രോക്യാവിയ. ഇതില് റാബിറ്റ്സ്, ഹെയർസ്, പിക്കാസ് എല്ലാം വരുന്ന ഓർഡർ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഇല്ല, ലാഗോമോർഫയിലാണ്. ഓപ്ഷൻ എ ലാഗോമോർഫയിലാണ്. റൊഡൻഷ്യയിൽ വരുന്നത് എല്ലികൾ എല്ലാമാണ്. ഹൈറാകോയിഡിയിൽ ഹൈറാക്സസും, പ്രോക്യാവിയയിൽ ഹൈറാക്സിന്റെ തന്നെ ഒരു ജീനസ് ആണ്, അതൊരു ഓർഡർ അല്ല. സോ റാബിറ്റ് ബിലോങ്സ് ടു ദി ഓർഡർ ലാഗോമോർഫ. ഇനി അസേർഷൻ തന്നിട്ടുണ്ട്, ഒരു റീസണും തന്നിട്ടുണ്ട്. രണ്ടും നമ്മൾ അനലൈസ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുക. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ അസേർഷൻ നോക്കുക. The use of chemical pesticides for controlling insect pests can lead to the development of resistance in pest population. കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ പെസ്റ്റിസൈഡ്സോ യൂസ് ചെയ്താൽ എന്ത് ഫോം ചെയ്യുന്നുണ്ടോന്നാ? പെസ്റ്റ് പോപ്പുലേഷൻ അതിന് റെസിസ്റ്റൻസ് ആയി. നമ്മൾ എത്ര കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അടിച്ചാലും അവർ നശിക്കാതിരിക്കോ? ട്രൂ ആണോ ഫോൾസ് ആണ്? ട്രൂ ആണ്. എ എക്സ്പ്ലനേഷൻ റൈറ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന ഡ്രഗ്സിന്റെ കേസ് പറഞ്ഞ പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്താൽ ആ വ്യക്തിക്ക് ആ ഡ്രഗ്സ് പിന്നെ ടോളറേറ്റ് ആയി ഹയർ ഡോസസിലേക്ക് പോകേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഇൻസെക്ട്സിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സും. ഇനി അതിന്റെ റീസൺ നോക്കിക്കേ. എക്സ്പോഷർ ടു സബ്ലീതൽ ഡോസസ് ഓഫ് പെസ്റ്റിസൈഡ് ക്യാൻ സെലക്ട് ഫോർ ഇൻഡിവിജ്വൽ വിത്ത് ജനറ്റിക് ട്രെയ്റ്റ്സ് ദാറ്റ് കോൺഫർ റെസിസ്റ്റൻസ്. ഈ പറയുന്ന കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്താൽ അവിടെ എന്താ ഫോം ചെയ്യുന്നത്? സബ്ലീതൽ ഡോസുകൾ ഫോം ചെയ്യുന്നു. സബ്ലീതൽ ഡോസസ് ഫോം ചെയ്താൽ സബ്ലീതൽ പകുതി എണ്ണത്തിന് മാത്രമേ കൊല്ലുന്നുള്ളൂ, ബാക്കി പകുതി എണ്ണം ജീവനോടെ ഉണ്ടാകും. അവർക്ക് എന്ത് സംഭവിക്കും? ജനറ്റിക് ഡിഫറൻസ് അല്ലെങ്കിൽ അവർ ജനറ്റിക്കലി ആ ഒരു കെമിക്കലിനോട് റെസിസ്റ്റന്റ് ആകും. അങ്ങനെ അവർ സർവൈവ് ചെയ്യും. സോ അതല്ലേ സബ്ലീതൽ ഡോസസിലേക്ക് വന്നാൽ ഈ പറയുന്ന ജനറ്റിക് ട്രെയ്റ്റുകൾ അവരിൽ ഡെവലപ്പ് ആയി റെസിസ്റ്റൻസ് ആകുന്നു. സോ ആൻസർ ഏതാ വരുന്നത്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. രണ്ടും ട്രൂ ആണ്. ആറ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. സോ ആൻസർ എ ആണ് കറക്റ്റ്. Rhabditiform lava is the lava stage of freshwater mussels, Arenicola, Charbonella, Ascaris. റാബ്ഡിറ്റിഫോം ലാവ എന്ന് പറയുന്നത് ആരിൽ കാണുന്നതാണ്? അസ്കാരിസിന്റെ ലാർവയാണ്. റാബ്ഡിഫോം എന്ന് പറയുന്നത് ജുവനൈൽ ലാർവൽ സ്റ്റേജ്, നെമറ്റോഡ്, എസ്പെഷ്യലി അസ്കാരിസിൽ കാണുന്ന ലാർവയാണ് റാബ്ഡിഫോം മസിൽസ് ലാവ എന്ന് പറയുന്നത്. The specialized excretory cells of cephalochordates is Brennet cells, solenocytes, Nephridia, Ctenidia. ഇതിൽ ഏതാണ് സെഫാലോകോഡേറ്റ്സിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി സെല്ലായിട്ട് വരുന്നത്? സെഫാലോകോഡേറ്റ്സ് ആംഫിയോക്സിസ് പോലെയുള്ളതിന്റെ എക്സ്ക്രീറ്ററി സെൽ എന്ന് പറയുന്നത് സോളിനോസൈറ്റ്സ് ആണ്. ഏതാണ്? സോളിനോസൈറ്റ്സ് ആണ്. ഇനി റെനറ്റ് സെൽസ് എന്ന് പറയുന്നത് നെമറ്റോഡയിലാണ്. ഓർത്തിരിക്കണം, നെമറ്റ് സെൽസ് കാണുന്നത് നെമറ്റോഡ്സിലാണ്. ടിനീഡയുടെ കേസ് പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി ഓർഗൻസ് ഓഫ് മൊളുസ്ക് ആണ് ടിനീഡിയ എന്ന് പറയുന്നത്. ബാട്രാക്കോളജി ഡീൽസ് വിത്ത്, ഈ പറയുന്ന ബ്രാഞ്ച് എന്തിനെ ഡീൽ ചെയ്യുന്നതാണ്? ആംഫിബിയൻസ്, സ്നേക്സ്, ആൻഡ്സ്, ടെർമിറ്റ്സ്. ബാട്രാക്കോളജി എന്ന് പറയുന്നത് ബ്രാഞ്ച് വിച്ച് സ്റ്റഡീസ് അബൌട്ട് ആംഫിബിയൻസ്. ഓപ്ഷൻ എ ആംഫിബിയൻസ് ആണ്. ഫ്രോക്സിനെയും ടോഡ്സിനെയും സലമാൻഡ്രൻസിനെയും എല്ലാം പഠിക്കുന്നതാണ് ബാട്രാക്കോളജി എന്ന് പറയുന്നത്. സ്നേക്സിനെ ആണെങ്കിൽ നമ്മൾ അതിനെ ഹെർപ്പറ്റോളജി എന്ന് പറയുന്നു. ആൻസിനെ ആണെങ്കിൽ മൈർമിക്കോളജി. എന്താണ്? മൈർമിക്കോളജി. ടെർമൈറ്റ് ആണെങ്കിൽ ഐസോപ്റ്റെറോളജി എന്ന് പറയുന്നു. ഈ ഒരു ബ്രാഞ്ച് ഒന്ന് ഓർത്തിരിക്കണം.
Give an example for a cartilaginous fish. Cartilaginous ഫിഷിന് ഒരു എക്സാമ്പിൾ ഇതിനകത്ത് ഏതാണ്? കാർട്ടിലേജിനസ് ഫിഷ് എന്ന് പറയുന്നത് കോൺട്രിക്ടൈസ് ക്ലാസ്സിൽ വരുന്നതാണ്. എന്താ ഇവരുടെ പ്രത്യേകത? കാർട്ടിലേജിനസ് ആയിട്ടുള്ള എൻഡോസ്കെലട്ടൺ ഉണ്ട്. സാർഡിന പിൽക്കാർഡ്, സാർഡൈൻ എന്ത് ഫിഷാ? ബോണി ഫിഷ് ആണ്. സോ ഓസ്റ്റിക് തൈസ് ആണ്. അടുത്ത് നോക്കാം, തോനോസ് ആൽബിക്കൻസ്, അതും ഒരു ട്യൂണയാണ്, സോ അതും ഒരു ഓസ്റ്റിക് തൈസ് ആണ്. ക്ലൂപ്പർ ഹെറിഞ്ചസ്, അതും എന്താണ്? ബോണി ഫിഷ് ആണ്, ഹെറിങ് എന്ന് പറയുന്നു. ഗ്ലൈഫീസ് ഗാംഗസ് ഷാർക്ക് എന്നാ പറയുന്നത്, അതൊരു കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഫിഷ് ആണ്. ഷാർക്സും അതേപോലെ തന്നെ റേസുമാണ് കോൺട്രക്ടൈസിന്റെ ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആരാണ്? ഷാർക്സും റേസുമാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി, ഗ്ലൈഫീസ് ഗാംഗറ്റിക്കസ്, അല്ലെങ്കിൽ അതിനെ ഗാംഗസ് ഷാർക്ക് എന്ന് പറയുന്നു. Bowfin fishes, Amia calva, Achipenser sturio, Protopterus annectens, Hippocampus cuda. ഇതില് ബൗഫിൻ ഫിഷ് എന്ന് പറയുന്നത് സയന്റിഫിക്കലി അവരെ എന്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്? ബൗഫിൻ ഫിഷ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ബോണി ഫിഷ് ആണ്. പ്രിമിറ്റീവ് ബോണി ഫിഷ് അത് വരുന്നത് അമിയ കാൽവ. ബൗഫിൻ ഫിഷിനെ നമ്മൾ സയന്റിഫിക്കലി നോൺ ചെയ്യുന്നത് അമിയ കാൽവ എന്നാണ്. നോർത്ത് അമേരിക്കയിൽ നേറ്റീവ് ആയിട്ടുള്ളതാണ്. അമിയോഫോംസ് ഓർഡറിൽ കാണുന്ന ഫിഷുകളാണ് ബൗഫിൻ ഫിഷുകൾ അല്ലെങ്കിൽ അമിയ കാൽവ എന്ന് പറയുന്നത്. The term derived character is in cladistic is a trait. Derived character ഒരു ക്ലാഡിസ്റ്റിക് ഫൈലോജനറ്റിക് ട്രീയിൽ അല്ലെങ്കിൽ ക്ലാഡിസ്റ്റിക്സിൽ ഈ പറയുന്ന ഡിറൈവ്ഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? That evolved from the common ancestor of a clade, that evolved in the common ancestor of a clade, that evolved multiple times in different clades and shared by all membranes of a clade. Derived character അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് അപ്പോമോർഫി എന്ന് പറയുന്നത്. മറ്റൊരു പേരെന്താണ്? അപ്പോമോർഫി. അപ്പോമോർഫി എന്ന് പറയുന്നത് ഒരു ക്ലാഡിനെ എന്താണ്? ഒരു ക്ലാഡിന്റെ കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ബി, that evolved in the common ancestor of a clade നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോമോർഫി അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്യാരക്ടർ എന്ന് പറയുന്നത്. that evolved before the common ancestor എന്ന് പറയുന്ന കോമൺ ആൻസിസ്റ്ററിന്റെ അല്ല, അതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്ലിയോമോർഫി എന്ന് പറയുന്നു. ഓർത്തിരിക്കണം, ഇതെല്ലാം പ്ലിയോമോർഫി ആണ്. ഒരു ഡിഫറെന്റ് ക്ലാഡ്സില് മൾട്ടിപ്പിൾ ടൈംസിൽ ഇവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോപ്ലാസി അല്ലെങ്കിൽ കൺവേർജന്റ് അല്ലെങ്കിൽ പാരലൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഷെയർഡ് ബൈ ഓൾ മെംബ്രെയിൻസ് ഓഫ് എ ക്ലാഡ് എന്താ? അത് അതിനെ സിനാപ്പോമോർഫി ആണ്. എന്താണ് പേര്? സിനാപ്പോമോർഫി. ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെയാണ് സിനാപ്പോമോർഫി എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നും നമ്മൾ ഓർക്കണം. അപ്പോമോർഫി, പ്ലിയോമോർഫി, ഹോമോപ്ലാസി, സിനാപ്പോമോർഫി. ഇതിൽ ഡിറൈവ്ഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ക്ലാഡിന്റെ കോമൺ ആൻസിസ്റ്ററിൽ ഇവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അപ്പോമോർഫി എന്ന് പറയുന്നത്. എന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ സീരീസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ യൂണിറ്റ് 1ന്റെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ഈ പറയുന്ന ഫൈലോജനറ്റിക്കിലെ ആ ഓരോ ഫൈലോജനയിലുള്ള എന്തിന്റെ ബേസിസിലാണ് അവരെ നമ്മൾ ഡൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാവൽ സ്റ്റേജസ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. പിന്നീട് അതേപോലെ പെസ്റ്റ് ഏത് ക്രോപ്പിനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയെന്ന് ക്ലിയർ ആയല്ലോ. സോ ഇന്നത്തെ ഇതിലൂടെ നമ്മൾ ആ യൂണിറ്റ് 1ന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഏകദേശം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദെൻ ഓക്കെ, താങ്ക് യു ഓൾ.